വെൽക്കം ടു അവർ ചാനൽ മോർഫോ ചാംസ്. സോ ഇന്ന് നമ്മൾ ഉള്ളത് ഒരു ഡിഫറെൻറ്റ് വ്ളോഗാണ് കേട്ടോ. വ്ളോഗ് അല്ല, ട്രാവൽ വ്ളോഗ് അല്ല, അതുപോലെ കിഡ്സിന് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയൊന്നും അല്ല. ബട്ട് നമ്മുടെ മോർഫോ ചാംസിന് ഒരു ചെറിയ ടേണിങ് ഞാൻ കരുതി നമ്മുടെ മോർഫോ ചാംസിൽ എനിക്കറിയുന്ന കുറച്ച് നോളജ് നിങ്ങൾക്കായി ഷെയർ ചെയ്ത് തരാമെന്ന്. ഞാനൊരു ഡിസൈനറാണ്. സോ കുറേ നാളായി ഞാൻ ഡിസൈനിങ് ചെയ്തിട്ടും ആ ബുക്സൊക്കെ എടുത്തിട്ടും. സോ ഞാൻ എൻ്റെ റെക്കോർഡ്സ് മുഴുവൻ എടുത്ത് ഇവിടെ നിരത്തിയിട്ടുണ്ട്. സോ അതൊക്കെ ഞാൻ പൊടി തട്ടിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പാണ്. സോ ഐ തോട്ട് ഷെയറിങ് മൈ നോളജ് വിത്ത് യു ഓൾ. സോ വീക്ക്ലി വൺസ്, അറ്റ്ലീസ്റ്റ് വൺസ് ഞാനൊരു ടോപ്പിക് ഫാഷൻ ഡിസൈനിങ്, നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ബേസിക്കലി ഒരു ഡിസൈനർ എങ്ങനെ ആകാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക് കേട്ടോ. സോ ഫ്രം ബേസിക് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി പോവാം. ലെറ്റ്സ് ബി എ ഡിസൈനർ അറ്റ് അവർ ഓൺ ഹോം. ഓക്കെ, സോ നമുക്ക് പഠിച്ചാലോ, കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ചെക്ക് ഔട്ട് മൈ റെക്കോർഡ്സ് വെച്ചിട്ടുണ്ട്. സോ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഡിസൈൻ, ഒരു ഡ്രസ്സ്, നമ്മൾ എടുക്കുന്ന ആ ഒരു ഡ്രസ്സ് മാത്രമാണ്. പക്ഷേ അതിൻ്റെ ബാക്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ആരും കാണുന്നില്ല. സോ ആസ് എ ഡിസൈനർ, നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാം. പക്ഷേ ഡിസൈനർ ചെയ്യുന്ന ഡിസൈനും നമ്മൾ ചെയ്യുന്ന ഡിസൈനും, വീട്ടിലിരുന്ന് ഒരാൾ ചെയ്യുന്ന ഡിസൈനും, അതിൻ്റെ മെത്തേഡ്സ് കുറച്ച് വേരിയേഷൻ ഉണ്ടാവും. ഒന്നുമില്ല, ഒരു പ്രൊഫഷണൽ ഡിസൈനറായ അവർ ഡിസൈനിങ് എങ്ങനെ ചെയ്യും ആ ഒരു വേയിൽ നമുക്ക് ഇന്ന് പഠിച്ചു പോവാം. ഒരു ഡിസൈനിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ക്രോക്കെ ആണ്. സോ ഇന്ന് നമുക്ക് ആ ക്രോക്കെ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഇതാണ് കേട്ടോ ക്രോക്കെ. ഞാനിന്ന് ക്രോക്കെ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞു തരാം. ഇതൊക്കെ ഞാൻ ഇവിടെ കുറച്ച് റെക്കോർഡ്സാണ്. നമ്മൾ ഡിസൈനിങ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് കേട്ടോ. സ്കെച്ചിങ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോർ സബ്ജക്റ്റ് എന്ന് പറയാം. സ്റ്റിച്ചിങ് ഈസ് ഓൾസോ വൺ ഓഫ് ദ സബ്ജക്റ്റ്. ആൻഡ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണതിന് മുന്നേ ഡിസൈനേഴ്സിനെ കുറിച്ചും അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ ഒരു ഡിസൈനർ പോർട്ട്ഫോളിയോ ഉണ്ട്, അതുപോലെ ആക്സസറി ഡിസൈനിങ് ഉണ്ട്, സ്റ്റിച്ചിങ് ഉണ്ട്, ടെക്സ്റ്റൈൽസിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീക്ക്ലി വൺസ് നിങ്ങൾക്കായി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓരോ ടോപ്പിക് എടുത്ത് നമുക്ക് ഫ്രം ബേസിക്, ഫ്രം ദ ബിഗിനിങ്, ലെറ്റ്സ് ബി എ ഡിസൈനർ. ഓക്കെ, വിത്ത് മെഷർമെൻറ്റ്സ് ഇൻ ഡീറ്റെയിൽ. നമുക്ക് കടന്നാലോ ടോപ്പിക്കിലേക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഡിസൈനിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ മെഷർമെൻറ്റ്സ് എല്ലാവർക്കും നോട്ട് ചെയ്ത് വയ്ക്കാം. നമ്മൾ ചെയ്യുന്നത് മെക്കാനിക്കൽ ക്രോക്കെ ഫീറ്റ് ടുഗെദർ മെഷർമെൻറ്റ്സ് ഓഫ് 11.5 ഹെഡ് മെക്കാനിക്കൽ ക്രോക്കെ എന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ഈ ഒരു ഫിഗറിൻ്റെ ലെങ്ത്ത് നമ്മൾ ചെയ്യുന്നത് 11.5 ഇഞ്ചാണ്. 11.5 ഇഞ്ച്. ഈ ഒരു സ്ട്രൈറ്റ് ലൈനില്ലേ, ഇത് നമ്മൾ 11.5 ഇഞ്ചാണ്. സോ ഇതിൻ്റെ ഹെഡിൻ്റെ മെഷർമെൻ്റ് ആണ് 1 ഇഞ്ച്. ഓക്കെ, 1 head 1 inch. Okay, this measurement of head is 1 inch. Okay, then 1/4 inch of neck and 1/4 inch of shoulder, and then 1 inch of chest, 1 inch of waist. Okay, 1/4 inch of hip, and from here hip to knee it will be 3 inches, and again knee to ankle it will be 3 inches. I hope it's very clear. And then feet, it will be 3/4. Okay, this is the length of this croquet.
ആൻഡ് ദെൻ നമുക്ക് വിത്തിലേക്ക് കിടക്കാം. ഓക്കെ, വിത്തിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് ഇത്. 1/2 ഇഞ്ച് ഓഫ് ഹെഡ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് 1/2 ഇഞ്ചാണ്. ഓക്കെ, 1/2 ഇഞ്ച് ഓഫ് ഹെഡ് ആൻഡ് 1/4 ഷോൾഡർ. നെക്കിൻ്റെ 1/4 ആണ് ഇത്. 1/4 ഓഫ് ഷോൾഡർ. ഓക്കെ, ഈ ലെങ്ത്തും 1/4 ആണ്, ഈ വിത്തും 1/4 ആണ് നെക്കിൻ്റെ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആൻഡ് ദെൻ ഈ ഷോൾഡറിൻ്റെ ലെങ്ത്ത് 1.5 ആണ്. സോ ഈ 1.5ൻ്റെ ഹാഫ് എടുത്തിട്ട് നമ്മൾ മിഡ് ലൈൻ ചെയ്യും. ആൻഡ് ദ എൻറ്റയർ ലെങ്ത് ഈസ് 1.5. ഹാഫ് ആൻഡ് ഹാഫ്. ഓക്കെ, 1.5. Then again it is width of the chest is 1 inch and waist is 1 inch and the width of the hip is 1.5. Sorry, 1.5, entirely 1.5. And the width of the knee is 1/2 inch. The entire is 1/2 inch. Okay, and the ankle's width is 1/2. Hope it's clear. And pencil എടുക്കുന്നു, കാണുന്നില്ലേ? സോ നമ്മളുടെ ക്രോക്കി മെഷർമെൻറ്റ്സിൽ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് 11.5 ഇഞ്ചാണ്. ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. What we have to do? We have to draw a straight line up to 11.5 inch. Okay? Can you see this line? Yeah. 11.5. Okay? So, first നമ്മുടെ ഹെഡിൻ്റെ മെഷർമെൻ്റ് ആണ് 1 inch. How much? 1 inch. Yes. So 1 inch. We have to mark like this, 1 inch. Okay? Then 1/4 inch of neck. കണ്ട, ഇതാണ് 1/4. ഇവിടെ തൊട്ട് ഇവിടത്തോളം ഹാഫിൻ്റെ ഹാഫാണ് 1/4. So we have to take 1/4 inch of neck. Very small measurement. See, this is 1 inch and this is 1/4 inch. Is it clear? Yeah, it's clear. After that again we have to go for shoulder. That is also again 1/4. Okay, so 1 inch of head and 1/4 inch of neck and again 1/4 inch of shoulder. ഇതുവരെ ക്ലിയർ അല്ലേ? സോ അടുത്തതിലേക്ക് പോകുന്നത് 1 inch of chest. After this we have to draw, we have to mark 1 inch of chest. So നമുക്കിങ്ങനെ വെച്ചിട്ട് 1 inch കറക്റ്റായിട്ട് ഈ ഒരു ഷോൾഡർ പോയിന്റിൽ വെച്ചിട്ട് 1 inch നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, 1 inch നമുക്ക് മാർക്ക് ചെയ്യാം. യെസ്. സോ ആഫ്റ്റർ ദറ്റ് നമ്മൾ വേസ്റ്റ് ലൈനിലേക്ക് വരികയാണ്. അഗെയിൻ ഇറ്റ് ഈസ് 1 inch. ഹൗ മച്ച്? 1 inch. യെസ്, വേസ്റ്റ് ഓൾസോ 1 inch. ആഫ്റ്റർ ദറ്റ് ഹിപ്പ് എന്താണ്? ഹിപ്പ് നമ്മൾ 1/4 ആണ് വരയ്ക്കുന്നത്. 1/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫിൻ്റെ പകുതി. സോ ഹിപ്പ് ലൈൻ നമ്മൾ this is up to 1 inch. Can you see? Is it clear? This is up to 1 inch. Okay. And ഇത് 2 inch അല്ലേ? 2 inchന്റെ ഹാഫാണ് ഇത്. ഇതിൻ്റെയും ഹാഫാണ് ഇത്. ഇതാണ് 1/4. ഓക്കെ, സോ 1/4 ആണ് വേസ്റ്റ്. ഓക്കെ, 1/4 ആണ് വേസ്റ്റ്. I hope it's very clear for you all. So after that we have to mark the knee. ഇവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ 3 inches ആണ് വരയ്ക്കുന്നത്. 3 inches ആണ് മാർക്ക് ചെയ്യേണ്ടത്. So from waist we have to draw, we have to mark hip. So ഹിപ്പിൻ്റെ അവിടെ നിന്ന് നമ്മൾ 3 inches വരയ്ക്കുന്നു. 3 inches. How many inches? 3 inches. Okay, after that we have to go for feet. Feet എങ്ങനെയാണ്? 3/4. Okay, is up to knee 3 inches ആണ്, and again it is 3 inches. Okay, from here we have to draw 3 inches,
and other one is 3 by 4. Okay, 3 by 4. We are going to draw the width of this croquet. What we are going to draw? Width of the croquet. Okay. നമ്മുടെ ഹെഡിന്റെ വിത്ത് വന്നിട്ട് 1/2 ഇഞ്ചാണ്. ഹെഡിന്റെ വിത്ത് 1/2 ഇഞ്ചാണ്. നെക്കിന്റെ ഹാഫ്. സോ നമ്മളുടെ ഷോൾഡർ നെക്ക് ഈ നെക്ക് ലൈൻ ഇല്ലേ, ഈ ഷോൾഡർ ലൈൻ, ഈ നെക്ക് ആൻഡ് ഷോൾഡർ ലൈൻ വന്നിട്ട് 1.5 + 1/4 ആണ്. സോ 1.5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 എടുത്തിട്ട് അതിൽ 1/4 കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ ഹാഫ് ലൈനാണ് ഈ കാണുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ചെസ്റ്റ്. ചെസ്റ്റ് വന്നിട്ട് 1 ഇഞ്ചാണ്. നമ്മുടെ ടോട്ടൽ ചെസ്റ്റിന്റെ വിത്ത് വന്നിട്ട് 1 ഇഞ്ചാണ്. സോ 1ന്റെ ഹാഫ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, ആൻഡ് അഗെയിൻ 1 ഇഞ്ച്, 1ന്റെ ഹാഫ്. എന്നിട്ട് നമ്മൾ ആം മെഷർമെന്റ്സ് ഇതാണ്. ആം ഡൗൺ 1/2 ഇഞ്ച്, ഷോൾഡർ ടു എൽബോ 1 3/4, എൽബോ ടു റിസ്റ്റ് 1 1/4, റിസ്റ്റ് 1/4, പാം 1/2. സോ ഈ ഷോൾഡറിൽ നിന്ന് നമ്മളുടെ ആം ഡൗൺ ഇവിടെ നിന്ന് തൊട്ട് ഇവിടത്തോളം ഈ മെഷർമെന്റ് 1/2 ഇഞ്ചാണ്. ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ഇവിടെ ഒരു പോയിന്റ് ഇടാം. ഓക്കെ, സോ ഈ ഷോൾഡർ തൊട്ട് ഷോൾഡർ ടു എൽബോ 1 3/4. ഓക്കെ, ഷോൾഡർ ടു എൽബോ 1 3/4. ഇതൊരു പോയിന്റ് ഇടാം. എൽബോ ടു റിസ്റ്റ് 1 1/4. Okay, is it clear? So after that we have to make 2 points. Okay, after that wrist line വന്നിട്ട് ഇവിടുന്ന് ഇവിടത്തോളം 1 1/4. Make a point from wrist. Okay, from here to here 1/4, and from here it is 1/2 inch. Here it is 1/2 inch, and just join these lines like this. Make a block to the head. This is a stick figure. Okay, after this stick figure we will make this fleshing. Okay, we have to make this fleshing. So first of all your stick figure practice cheya. After that let's do fleshing also. സോ നമ്മൾ ഇങ്ങനെ ഈ പോയിന്റ്സ് ഇട്ടിട്ട് നമ്മൾ ഈ ലൈൻസ് എല്ലാം ഇതേമാതിരി ജോയിൻ ചെയ്യും. ഓക്കെ, സോ നമ്മൾ പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്യുമ്പോൾ വരുന്നതാണ് ഈ ഒരു ക്രോക്കെ. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഈ ഒരു ക്രോക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ഫ്ലഷ് ഫിഗർ ആണ്. നമ്മൾ ഇതിനെ ഫ്ലഷ് ഔട്ട് ചെയ്യും. നമ്മൾ ഇതിനെ ഇങ്ങനെ ഫ്ലഷ് ഔട്ട് ചെയ്യും. You can see this. ഈ സ്റ്റിക്ക് ഫിഗറിനെ ഇങ്ങനെ ഫ്ലഷ് ഔട്ട് ചെയ്യും.
ആക്ച്വലി അറേസ് ചെയ്ത് ഇതെല്ലാം അറേസ് ചെയ്യാം. ഈ സ്റ്റിക്ക് ഫിഗേഴ്സിനെല്ലാം അറേസ് ചെയ്ത് we have to flush this. Just make the hip, and then this is the bust line. Just make a bust line. ഇത് ഫീമെയിൽ ഫിഗർ ആണ് കേട്ടോ. Just raise it, and this is the crotch line, and then we have to make this legs as well. I will show the flush figure. Out ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, ഇതാണ് ഫ്ലഷ് ഔട്ട്. ഇത് നോർമൽ ബേസിക് ആണ്, ബേസിക് ഫിഗറാണ്. ഈ ഒരു ബേസിക് ഫിഗറിനെ വെച്ചിട്ട് നമുക്ക് പിന്നെയുണ്ട് കേട്ടോ. ഇത് ബേസിക് ഫിഗറാണ്. ഇതാണ് ഫ്ലഷിങ്. ഈ നമ്മളുടെ ഈ 11.5 ഇഞ്ചസ് ക്രോക്കി ഫ്ലഷ് ഔട്ട് ചെയ്തതാണിത്. ദെൻ നമുക്കുള്ളത് കുറച്ച് ഞാൻ കാണിച്ചു തരാം. സോ ബേസിക് മെഷർമെൻറ്റ്സ് മനസ്സിലായില്ലേ? സോ ആ ബേസിക് മെഷർമെൻറ്റ്സ് വെച്ചിട്ട് തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റിക്ക് ഫിഗേഴ്സും ചെയ്യും, അതേപോലെ തന്നെ അതിനെ ഫ്ലഷ് ഔട്ടും ചെയ്യും. അത് ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഏതൊക്കെ വെറൈറ്റീസ് ഓഫ് ഡിസൈൻസ് ആണ് നമ്മൾ ചെയ്യുക, ഏതൊക്കെ ടൈപ്സ് ഓഫ് പോസിങ്സ് ആണ് നമുക്ക് വിത്ത് മെഷർമെൻറ്റ്സ് ചെയ്യാൻ പറ്റാവുന്നതെന്ന്. ഓരോ പോസിങ്സും ഇന്ന് നമ്മൾ ചെയ്തത് ബേസിക് മോഡലാണ്. ബേസിക്കിൽ ഫ്ലഷ് ഔട്ട് എങ്ങനെ ചെയ്യാം, അതേപോലെ തന്നെ സ്റ്റിക്ക് ഫിഗർ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ സ്റ്റിക്ക് ഫിഗറാണെന്ന് ഡീറ്റെയിൽ ആയി കാണിച്ചേക്കുന്നത്. ഫ്ലഷ് ഔട്ടും പിന്നെ ഇത് ഫീറ്റ് എപാർട്ട്. ഓക്കെ, and you can see this left hip swing. Okay, the measurement will be same, but നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ഈ ഒരു മെഷർമെൻറ്റ്സ് വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു കേർവിങ് ഇതെല്ലാം കുറച്ച് വ്യത്യാസമുണ്ട്. I will explain that in next part. And this is right hip swing. ഇത് ക്രോസ് ഓവർ ലെഗ്സ് കണ്ടോ, crossover legs, and this is 4th view. Okay, means 3/4 view. You can see this. Idana back view and the feet together, and this is also back view and feet apart. These are block figures. This is side view, and this is again back view. Okay, സോ ഹോപ്പ്ഫുള്ളി ഇന്നത്തെ ബേസിക് ആയിട്ട് നമ്മൾ ഡിസൈനേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മെഷർമെൻറ്റ്സ്, ഈ ക്രോക്കെ മെഷർമെൻറ്റ്സ്. ഹോപ്പ് ഇതെല്ലാവർക്കും മനസ്സിലായി കാണും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിസൈനർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഡിസൈനിങ്ങിൽ സ്കെച്ചിങ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദ പ്രോമിനൻറ്റ് സബ്ജക്റ്റാണ്. സോ ഈ ഒരു എന്താ പറയുക, കോർ സബ്ജക്റ്റാണിത്. സോ ഈ ഒരു കാര്യം, ഈ ഒരു മെഷർമെൻറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ദിസ് ഈസ് ജസ്റ്റ് ദ ബേസിക്. ഓക്കെ, നമുക്കിനി കൂടുതൽ എക്സ്പ്ലനേഷൻസ് ആയിട്ട് നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതായിരിക്കും. ഇഫ് സമ്മൺ ഈസ് റിയലി ഇൻട്രസ്റ്റഡ് ടു ഡു ഡിസൈനിങ്, ജസ്റ്റ് പ്രാക്ടീസ് ദിസ്. നമുക്ക് പാർട്ട് 2 ഉടനെ വരുന്നതായിരിക്കും. ഫ്ലഷിങ് ആൻഡ് ഫീറ്റ് എപാർട്ട്, സൈഡ് വ്യൂസ്, ഇതിൻ്റെ എല്ലാം മെഷർമെൻറ്റ്സ് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരും. ആൻഡ് ആഫ്റ്റർ ഓൾ ദീസ് നമുക്ക് ഡിസൈനിങ് എങ്ങനെ ചെയ്യാം, ടെക്സ്റ്റൈൽസ് എങ്ങനെ ചൂസ് ചെയ്യാം, എങ്ങനെയാണ് ദ ക്വാളിറ്റി ഓഫ് ദ ടെക്സ്റ്റൈൽസ്, ഹൗ വി ഹാവ് ടു ചൂസ് ദ ടെക്സ്റ്റൈൽസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, വീവിങ്, നിറ്റിങ്, അങ്ങനത്തെ സബ്ജക്ട്സ് ആയിട്ട് നമുക്ക് ഇനി ഡീപ്പായിട്ട് പോവാം. സോ ലെറ്റ്സ് ലേൺ ഫ്രം ദ ബേസിക്സ്. സോ എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ
ഇനിയും നിങ്ങൾക്ക് ഡിസൈനിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഞാനിടുന്ന വീഡിയോസ് ഇനിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിലുള്ള ആ ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ എന്താ പറയുക വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി കിട്ടുന്നതായിരിക്കും. Please do support and share. If someone is really interested to do designing, please do share this video. Thank you one and all. ഇന്നേക്ക് ഇവിടെ പറയുന്നു, and this is Sridevi signing off with your favorite channel always, More for Champs.